നമുക്ക് അത് കളയാൻ വേണ്ടിട്ടാണ് അകത്ത്. ഇതെന്തുവാടി ഇത്? അകത്തെന്താ ഒരു കോളം? എടി അറിയത് കുക്കായിട്ടില്ലടി. ഇപ്പോഴും ഇരിപ്പുണ്ട് ഇവിടെ 2 പാക്കറ്റ്. ഞാൻ This is actually satisfying. തുറക്കുമല്ലേ? കേക്ക് കഴിഞ്ഞു, ഓ നല്ല പഫി ആയിട്ടുണ്ടല്ലേ. നമ്മളൊന്നും ചെയ്യുന്നില്ല, ഇതുപോലെ തന്നെ വെക്കുന്നു. അടുത്ത കടയിൽ പോയി ഫൈനലി എന്റെ കേക്ക് റെഡിയാ. എങ്ങനെയുണ്ട്? നാളത്തെ ദിവസത്തെ പ്രത്യേകത എന്താ വെച്ചോ? നാളെ ഒരു പ്രത്യേകതയില്ലേ? എന്നാലും പറ, നാളത്തെ ദിവസം പ്രത്യേകത എന്തുവാ? പറയിച്ചു. എന്താ എനിക്ക് അറിയത്തില്ല. നാളെ എന്താ പ്രത്യേകത? നീ പറ. ഇച്ചിരി ഓർമ്മയില്ല? എന്നാ ഒരു ഹതഭാഗ്യവാന്റെ ബർത്ത്ഡേ നാളെ. നിന്റെ ബർത്ത്ഡേ ആണോ നാളെ? അതെ, എന്റെ കെട്ടിയോന്റെ ബർത്ത്ഡേ നാളെ. അപ്പൊ എന്റെ ബർത്ത്ഡേ നാളെ കരുതിനൊന്നുമില്ല. നാളെ സ്വന്തം ബർത്ത്ഡേ ആയിട്ട് എന്താ പരിപാടി? എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? നീയല്ലേ പ്ലാൻ ചെയ്യണ്ട, നീ സർപ്രൈസ്. അങ്ങനെയല്ല, ഇച്ചല്ലേ എല്ലാവർക്കും സർപ്രൈസ് കൊടുക്കുന്നത്. അപ്പൊ സ്വന്തം ബർത്ത്ഡേക്ക് സ്വന്തമായിട്ടൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല? എന്താ? ഞാനൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. നമ്മൾ ബർത്ത്ഡേ ആഘോഷിക്കുന്നുമില്ല. ആര് പറഞ്ഞു? നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. ആഘോഷിക്കുന്നില്ല. ആഘോഷിക്കുന്നുണ്ട്. യെസ് ഗായ്സ്, നമ്മൾ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി പോവാ. അപ്പൊ ഇത് തലേദിവസമാണ്. അപ്പം ഇച്ച എന്തൊക്കെയോ നാളെ ഞാനൊന്നും ചെയ്യുന്നില്ല. നീ ഒന്നും ചെയ്യണ്ട. ബർത്ത്ഡേ ഒന്നും എനിക്ക് ഇഷ്ടമല്ല. ബർത്ത്ഡേ ആഘോഷിക്കണമെന്ന് പണ്ടോട്ടെ ഞാൻ ആഘോഷിക്കാറില്ല. ഓക്കെ ഫൈൻ, നമുക്ക് ബർത്ത്ഡേ ആഘോഷിക്കണ്ട. അറ്റ്ലീസ്റ്റ് കേക്ക് കട്ട് ചെയ്യണ്ടേ? കേക്ക് ഇവിടുത്തെ കേക്ക് ഒന്നും കൊള്ളത്തില്ലടിയാനേ. അതെ, കേക്ക് നമുക്ക് ഉണ്ടാക്കിയാലോ ഇത്തവണ? നീ ഉണ്ടാക്കൂ. കഴിഞ്ഞ വട്ടം എന്റെ മുന്നേ കഴിഞ്ഞ വട്ടം എനിക്ക് സർപ്രൈസ് തരാൻ വേണ്ടിട്ട് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിട്ട് 2 കിലോന്റെ എന്തോ പാക്കറ്റ് മേടിച്ചോണ്ട് വന്ന് ഒരെണ്ണം അതേപടി ഉണ്ടാക്കി എന്തോ ഫ്ലോപ്പ് ആക്കി. 2 കിലോയുടെ പാക്ക് ഒന്നും അല്ല വാങ്ങി. ഇത് ഇപ്പോഴും ഇരിപ്പുണ്ട് ഇവിടെ 2 പാക്കറ്റ്. ഞാൻ ഗ്രാം ഏതാണ്ടായിരുന്നു. അത് പോയി 2 കിലോ. 2 കിലോ ഒന്നുമില്ല. എന്തോ വേണേ കൂടി വന്നു കഴിഞ്ഞാൽ 1 കിലോ ഉണ്ടാവുമായിരിക്കും. അത് ഞാൻ കഴിഞ്ഞോണ ഞാൻ കേക്ക് ഉണ്ടാക്കാൻ വലിയ സർപ്രൈസ് ചെയ്യാന്നൊക്കെ പറഞ്ഞോണ്ട് വലിയ സാധനങ്ങളൊക്കെ വാങ്ങി. പക്ഷെ അത് എത്ര ഇരിക്കുന്നുണ്ട്? വാനിലയുടെ ഇതേപോലത്തെ 2-3 പാക്കറ്റ് കൊണ്ട് ഇരിപ്പുണ്ട്. ഇത് വാനില സ്പോഞ്ച് മിക്സ്. ഇത് നീ കഴിഞ്ഞ ദിവസം മേടിച്ചോണ്ടോ ഉണ്ടാക്കാൻ വേണ്ടിട്ട്. എത്ര ഗ്രാമാ? എത്രയുണ്ട്? 100 ഗ്രാം. 400 ഗ്രാം. 400 വന്ന 1 കിലോ പോലും ആയില്ല. അതപ്പം നമ്മ കഴിഞ്ഞോണ്ട് ഞാൻ വാങ്ങിയായിരുന്നു. പക്ഷെ എനിക്ക് അന്ന് ഇവിടുത്തെ അവൻ എനിക്ക് ഓൺ ചെയ്യാൻ എനിക്കറിയില്ല. ഞാൻ അതിനകത്ത് ലൈറ്റ് ഞാൻ ഇട്ട് വെച്ചിട്ട് കുറെ മണിക്കൂറായിട്ട് ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഇപ്പൊ കേക്കാകും 1 മണിക്കൂർ കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞ് അത് അതുപോലെ തന്നെ കൺസിസ്റ്റൻസിയിൽ നിൽക്കുന്നു. അങ്ങനെ അവസാനം എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ അവസാനം അതിനെ കളഞ്ഞു. ഇനി അവനെ കുറ്റം പറഞ്ഞാൽ മതി. ഇല്ല, അവൻ ഓണാക്കിയിട്ടില്ല. അവൻ ഓണാക്കി എനിക്കറിയില്ല. ഞാനോടത്ത് ആ ലൈറ്റ് ഞാൻ ഓണാക്കുമ്പോഴേക്കും അവൻ ഓണായിരുന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇത്തവണ അങ്ങനെയല്ല. നമുക്ക് അതുകൊണ്ടാണ് ഞാൻ ഇച്ചന്റെ സഹായം ഇത്തവണ ചോദിക്കുന്നത്. സിമ്പിളാണ്. നമ്മൾ കേക്ക് ഉണ്ടാക്കി നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി ചുമ്മാ മിക്സ് ചെയ്തിട്ട് ഓവനിൽ വെച്ചാൽ മതി, അവനിൽ വെച്ചാൽ മതി. ലെറ്റ്സ് ഗോ. അതിനുള്ള സാധനങ്ങൾ നമ്മൾ ആദ്യം വാങ്ങണം. നമ്മൾ ഇത്തവണ ഏത് കേക്ക് വെച്ച് ഉണ്ടാക്കുന്നത്? എനിക്കറിഞ്ഞൂടാ. എനിക്ക് കേക്ക് ബർത്ത്ഡേ ആഘോഷിക്കണ എനിക്ക് വലിയ താല്പര്യമില്ല. നമ്മൾ ബർത്ത്ഡേ ആഘോഷിക്കാൻ അടിച്ചുണ്ട്. അറ്റ്ലീസ്റ്റ് നമ്മൾ കേക്കെങ്കിലും മുറിക്കാതെ എന്ത് ബർത്ത്ഡേ ഉള്ളത്? നമുക്ക് നമ്മൾ ഇത്തവണ സ്വന്തമായിട്ട് ഉണ്ടാക്കി കേക്ക് മുറിച്ച് ഉണ്ടാക്കി കഴിച്ച് അതെല്ലാം ചെയ്യുന്നതായിരിക്കും അല്ലേ? അപ്പൊ നമ്മൾക്ക് ആദ്യം ലെറ്റ്സ് ഗോ ഫോർ ഷോപ്പിംഗ്. അപ്പൊ നമ്മൾ റെഡി ആയിട്ടൊക്കെ വന്ന് ഇനിയിപ്പോ കേക്ക് വാങ്ങാൻ വേണ്ടി നമ്മള് പോവാണ്. ഏത് കേക്കാന്ന് ഫിക്സ് ചെയ്തേച്ചു? നമുക്ക് അവിടെ പോയിട്ട് എടി നീയാ ഉണ്ടാക്കുന്നത്. അപ്പൊ നീ തീരുമാനിക്കുക. നിന്റെ വിഷാണ്. ഞാനാണ് ഉണ്ടാക്കുന്നെങ്കിൽ പോലും ഇച്ചുന്റെ ബർത്ത്ഡേക്ക് വേണ്ടിട്ടല്ലേ. അപ്പൊ എല്ലാം ഇച്ചുന് വേണ്ടിട്ടല്ലേ. കിച്ചന് ഇഷ്ടപ്പെട്ട കേക്ക് ഫ്ലേവർ ഏതാന്നാ ഞാൻ ചോദിക്കുന്നത്. എനിക്ക് മനസ്സിലായി. ഇത് നിനക്ക് എന്റെ തലയെ വെച്ച് ഒഴിയാൻ വേണ്ടിട്ടുള്ള ഓരോ എനിക്ക് മനസ്സിലായത്. കിച്ചന്റെ ഫേവറേറ്റ് ഏതാന്ന് അറിയാനോ? ഓക്കെ, നമ്മൾ അവിടെ ഏത് മിക്സ് ആണോ കാണുന്നത് അത് വാങ്ങുന്നു. നമ്മൾ അത് വെച്ച് ഇത്തവണ കേക്ക് ഉണ്ടാക്കുന്നു. ഓക്കെ, നമ്മൾ അസ്തയിലെത്തി. അതെ, നമ്മളത് അസ്റ്റയിലെത്തി. ഇനി അസ്റ്റയിൽ പോയിട്ട് കുറച്ച് ഷോപ്പിംഗ് പരിപാടിയൊക്കെ ചെയ്തിട്ട് വരാം അല്ലേ? യെസ്, നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വാങ്ങണം. അപ്പൊ നമ്മൾ അതിനുള്ള സാധനം ഇവിടെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ എന്തായാലും കേക്കിനുള്ള സാധനങ്ങൾ വാങ്ങിയിട്ടാണ്. അതെ, നമ്മളിവിടെ അസ്റ്റയിലെത്തി ഷോപ്പിംഗും പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. നമ്മളിങ്ങനെ ഓരോ സ്ഥലവും ഇങ്ങനെ കയറി ഇറങ്ങി ആവശ്യമുള്ള സാധനങ്ങൾ തപ്പി കണ്ടുപിടിക്കുകയാണ്. നീ എന്ത് റെക്കോർഡ് ചെയ്യാനാ? സാധനം എന്തൊരു വിധിയാന്ന് നോക്കി. എന്റെ ബർത്ത്ഡേക്ക് ഞാൻ വന്നിട്ട് ഇച്ചിരി കൊണ്ടുപോയി ക്യാൻഡിൽ വാങ്ങുന്നു. എനിക്ക് എന്തോ ക്രിഞ്ച് അടിക്കണം. സാരമില്ല, ബർത്ത്ഡേക്കാർക്ക് ക്രിഞ്ചാവും. ഇതുണ്ട് ഇവിടെ ഒരുപാട് വെറൈറ്റി ചോക്ലേറ്റ്, ബ്രൗണീസ്, റെഡ് വെൽവെറ്റ് ഉണ്ടല്ലോ. റെഡ് വെൽവെറ്റ് നമുക്ക് ഇത് വാങ്ങിയാലോ? ഇതിന്റെ അകത്ത് ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ടെന്ന് നോക്കിട്ടെ. ഇത് ഭയങ്കര സിമ്പിൾ ആണെന്ന് ഇതിൽ പറയുന്നത്. ഇത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും തോന്നുന്നു. ഇതിനകത്ത് എഗ്ഗും വാട്ടറും ഓയിലും ഐസിങ്ങും മാത്രം മതി.
സോ സിമ്പിൾ, ജസ്റ്റ് മിക്സ് ഇറ്റ് ആൻഡ് ബേക്ക് ഇറ്റ് എന്നാണ് ഇതിൽ പറയുന്നത്. കണ്ടറിയാം, കഴിഞ്ഞ വർഷം ഇതുപോലെ സിമ്പിൾ എന്ന് പറഞ്ഞ് ഞാൻ പോയത്. നമുക്ക് അതിൽ വെക്കാനുള്ള ലെറ്റേഴ്സും നമ്പേഴ്സും. അപ്പൊ നമുക്ക് ഇങ്ങനെ നമ്മൾ മറ്റേ ഐസിങ് വെച്ച് എഴുതേണ്ട കാര്യമില്ല, ഇതിൽ ഓൾറെഡി ഓരോ ഷേപ്പിലുണ്ട്. പക്ഷെ ഇതെനിക്ക് കഴിക്കാൻ പറ്റുന്ന നിനക്ക് സത്യം പറയാം, നിനക്ക് വട്ടുവല്ല ആയാ ഇല്ല. സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും മതി. ബർത്ത്ഡേക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ? സിമ്പിൾ ആയിട്ടുള്ള മതി. വെറുതെ എന്തിനാ നമ്മൾ ഇതൊക്കെ വാങ്ങുന്നേ? വേണോ? വേണം. അനുവേ കഴിഞ്ഞ ഷോപ്പിങ്? നമുക്ക് ഇനി കേക്കിന്റെ ട്രേ ഒക്കെ വാങ്ങാനുണ്ട്, അതിന് വേണ്ടിട്ട് നമ്മൾ പോവാം. അപ്പൊ നമ്മളിപ്പോ നമ്മള് മറ്റേ ഇനി കേക്കിന്റെ മറ്റേ സാധനം, ഇത് ഒഴിച്ചു വെക്കുന്ന സാധനം വാങ്ങണമല്ലോ. ആ കേക്കിന്റെ ട്രേ വാങ്ങാൻ വേണ്ടിട്ട് നമ്മള് സെയിൻസ്ബറിയിൽ വന്നു. ഈ സ്റ്റിക്ക് ഒക്കെ ഉണ്ട് ഇവിടെ. കേക്ക് നമ്മള് കേക്ക് ഇത് ചെയ്യത്തില്ലേ, ആ ഒരു ക്രീമും പരിപാടിക്ക് ഐസിങ് ചെയ്യാനുള്ള ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട്. പക്ഷെ നല്ല വില കേട്ടോ, 4.5 പൗണ്ട്. മറ്റേ സാധനം ഡെക്കറേറ്റിംഗ് ടേൺ ടേബിൾ. നമുക്ക് കുറെ ബേക്കിംഗ് ട്രേകളുണ്ട് ഇവിടെ. അപ്പം നമ്മൾ അതിൽ നിന്ന് ഈ ഒരു ബേക്കിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. ഇത് വലിപ്പമായിരിക്കുമോന്ന് അറിയില്ല. ഇത് ശരിക്കും ഉണ്ടല്ലോ, ഈ ക്ലിപ്പുള്ള ടൈപ്പ് വാങ്ങിയാൽ മതിയായിരുന്നു. അത് ചെറുതിനില്ലല്ലേ? ഇല്ല. പക്ഷെ ഇത് വലിയ കേക്കായിരിക്കും അല്ലേ? ഇത് നമ്മുടെ വീട്ടിലുണ്ട് ഈ സാധനം. പക്ഷെ ഇത്രയും വലിയത് വേണ്ടല്ലോ. നമ്മൾ ഈ കേക്കൊന്നും കഴിക്കത്തുമില്ല, പിന്നെ എന്തിനാ ചുമ്മാ വേസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഈ സൈസ്. ഇതിനൊക്കെ 12 പൗണ്ട്. ഇത് കുറച്ചും കൂടെ ക്വാളിറ്റി കൂടിയ സാധനം. ഇതിന് 12 പൗണ്ട്, ഇതിന് 3.5 പൗണ്ട്. ബാക്കിയെല്ലാം അപ്പൊ നമ്മളുണ്ട്. ഇനിയിപ്പോ നമ്മൾ കേക്ക് മേക്കിംഗ്. അപ്പൊ നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോകുകയാണ്. നമ്മൾ കേക്ക് മിക്സ് വാങ്ങിയായിരുന്നല്ലോ, അപ്പൊ അത് വെച്ച് നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ പോവാണ്. ഫോയിൽ പേപ്പർ ഒക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ വാങ്ങിയ മറ്റേ ആ ട്രേ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്, നമ്മളൊന്നും ചെയ്യാനില്ല. ഇതെല്ലാം 3 സിമ്പിൾ സ്റ്റെപ്പാണ് ഇതിനുള്ളത്. അപ്പം ഇതനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മുടെ മറ്റേ നാട്ടിൽ കിട്ടുന്ന മറ്റേ റാഗിപ്പൊടി പോലെ തോന്നിയാ? ഇല്ല. ഓക്കെ ഫൈൻ ദെൻ. ഓ ഹോട്ട് ചോക്ലേറ്റിന്റെ വേണം. നല്ല സ്മെല്ലുണ്ട് അല്ലേ? ഹോട്ട് ചോക്ലേറ്റിന്റെ വേണമല്ലോ ഇത്. ഇത് ഇച്ചിരി പാലിൽ കുടിച്ചു നോക്കിയാലോ? ഓ എന്റെ വായിക്കൂടി വെള്ളം വരുന്നുണ്ട്. മുട്ടകളെ പൊട്ടിച്ച് ഇടാം. മൈ ഗോഡ്, യെസ്. ഇതിലേക്ക് പാൽ ആഡ് ചെയ്യുവാണ്. ഓക്കെ, ഒരു 100 ml നമ്മൾ ഓയിലും വെജിറ്റബിൾ ഓയിലും ആഡ് ചെയ്തിട്ടുണ്ട്. വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ നമുക്ക് ബട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് 100 ഗ്രാം ആഡ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഇനി നമുക്ക് ബീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. അയ്യോ, അങ്ങനെ എപ്പോഴും ഉപയോഗിക്കുന്നതാ, പിന്നെ എന്നാലും മനസ്സിലായി. ഇതിപ്പോ നല്ല രീതിയിൽ നമ്മളൊരു എത്രയാണ് 2 to 3 minutes നമ്മളിത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഇങ്ങനെ വെച്ചേക്കുവാണ്. നല്ല ക്രീം പോലെ ഇങ്ങനെ എടുക്കുന്നുണ്ടാവും. അപ്പൊ ആ കൺസിസ്റ്റൻസി കറക്റ്റ് ആണെന്ന് തോന്നുന്നു. ട്രേയിലേക്ക് നമുക്ക് ഒഴിച്ചേക്കാം. ഓ ദിസ് ഈസ് ആക്ച്വലി സാറ്റിസ്ഫൈങ്. എന്തോ ഒരു രസം, ഒരു സുഖം. അതെന്ത് കഴിഞ്ഞ അതെനിക്ക് ഓവൻ അറിയില്ലാത്തോണ്ട്. ഞാൻ നാട്ടിൽ ഇരുന്ന സമയത്ത് മറ്റേ കുക്കറിന്റെ അകത്ത് മറ്റേ യൂട്യൂബ് ചാനൽ നോക്കി കുക്കറിന്റെ അകത്തായിരുന്നു ഞാൻ നാട്ടിൽ ഇരുന്ന സമയത്ത്. നാട്ടിലല്ല, നീ ഇവിടെ കഴിഞ്ഞ വട്ടം എന്റെ ബർത്ത്ഡേക്ക് ഉണ്ടാക്കിയത്. അത് ഇവിടുത്തെ ഓവനിൽ ഉണ്ടാക്കുന്നത് എനിക്ക് അറിയില്ല. ഇതിലാണെങ്കിൽ മെഷർമെന്റ് എഴുതിയിട്ടും ഇല്ലായിരുന്നു. മെഷർമെന്റ് എഴുതിയിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ അത് ഗൂഗിൾ നോക്കിയിട്ടാണെങ്കിലും കണ്ടുപിടിച്ചായിരുന്നു. പക്ഷെ ഇതിൽ മെഷർമെന്റും ഇല്ല. ഏതാ ഇപ്പൊ ഇതിന്റെ സ്വിച്ച് ഒന്നും മനസ്സിലാവുന്നില്ല. എങ്ങോട്ടാ തിരിക്കേണ്ടത്? ഞാൻ പക്ഷെ എങ്ങോട്ടൊക്കെയോ തിരിച്ചായിരുന്നു. പക്ഷെ എന്നിട്ട് കുറെ നേരം വെയിറ്റ് ചെയ്തിരുന്നിട്ടും കേക്കൊന്നും ആവുന്നില്ല. ഞാൻ ഒഴിച്ച പോലെ തന്നെ ഇരിക്കുക. അവസാനം കുറേ നേരം, ഒരു 2-3 മണിക്കൂറെങ്കിലും ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അവസാനം എനിക്ക് തലവേദന വന്നു, ഞാൻ കളഞ്ഞു. എനിക്ക് ദേഷ്യം വന്നു, മണോ. അപ്പൊ നമ്മുടെ കേക്കിന്റെ ബാറ്റർ റെഡിയായി. അത് നമ്മൾ ട്രെയിലേക്ക് ഒഴിച്ച് സെറ്റ് ആക്കുവാണ്. അറൗണ്ട് ഒരു 23 to 28 മിനിറ്റ്സ് ബേക്ക് ചെയ്യാൻ അവനിൽ വെക്കണമെന്ന്. അതും 180 ഡിഗ്രി സെൽഷ്യസിൽ അല്ലേ? ഇനി ഈ കേക്ക് എങ്ങാനും ഫ്ലോപ്പ് ആയോണ്ടല്ലോ, ഇവിടം വരെ ഇത് കറക്റ്റ് ആണ്. ഇനി ഇത് അവനിൽ വെക്കാൻ കൊടുക്കുന്നത് ഞാൻ ഇച്ചിന്റെ കയ്യിലേക്കാണ്. അപ്പൊ കൃത്യമായില്ല എന്നുണ്ടെങ്കിൽ എല്ലാം കേക്ക് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട ഇപ്പൊ എന്താ സംഭവിക്കാൻ പോണെന്ന് അറിയോ? ഇപ്പൊ കേക്ക് ഇവള് ഫുള്ള് നിറച്ചല്ലേ വെച്ചേക്കുന്നത്. ഇത് മറ്റേ ഓവർഫ്ലോ ചെയ്ത് പോവാനായിട്ട് ചാൻസ് കൂടുതലാണ്. അറിയില്ല കേക്ക് എടി ആടിയാണ്. നമുക്കിത് കുറച്ചെടുത്തിട്ട് മറ്റേ കപ്പ് കേക്കിന്റെ ഇത് ഉണ്ടാക്കിയാലോ? അതുണ്ടാക്കാൻ വേണമായിരുന്നു. അതല്ലേ ഞാൻ പറഞ്ഞത്. അതല്ലേ ഞാൻ പറഞ്ഞത്, നീ മൊത്തം ഒഴിക്കണ്ട. അത് എന്തായാലും പിന്നെ അത് പറയണ്ട. ഞാൻ വാ തുറന്നല്ലേ നിന്നോട് പറഞ്ഞ കപ്പ് കേക്കിന് വേണ്ടേ നമുക്കെന്ന് ചോദിച്ചു. അതാ പറഞ്ഞത്. ഇത് എന്തായാലും ഇത് പൊങ്ങി വരും. പൊങ്ങി വരുമ്പോ ഇത് ഓവർഫ്ലോ ആയിട്ട് പോവും. മനസ്സിലായ? കപ്പ് കേക്കിനെന്ന് പറയണല്ലോ. കപ്പ് കേക്കിനല്ലേ നമ്മൾ കപ്പ് കേക്കിന്റെ കവർ വാങ്ങിയേ. കപ്പ് കേക്ക് എന്ന് പറയണം. ഞാൻ ഇത് ഒഴിച്ചോണ്ടിരുന്നപ്പോഴേക്കും, അല്ലാതെ നിന്നോട് അത് ഞാൻ പറഞ്ഞോണ്ടും കൂടെ ഇരിക്കാം. ഓവർഫ്ലോ ആകുന്നോണ്ടോന്ന് പറഞ്ഞോണ്ടാ ഞാനിത് ഒഴിച്ചോണ്ടിരുന്നത്. എന്തായാലും ഞങ്ങൾ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് വരാവേ. അങ്ങനെ നമ്മൾ അത് സോർട്ട് ചെയ്തു. ഇനി അടിച്ച് സെറ്റ് ആക്കിയാൽ മതി അല്ലേ? ഇനി നമ്മൾ കപ്പ് കേക്ക് വാങ്ങിയിട്ടുണ്ട് 4 കളർ. കൊള്ളാല്ലേ? നല്ല കളർ.
കറക്റ്റ് ആയിട്ട് വെക്കുക. പകുതി വെച്ചാൽ മതിയാ, അല്ലെങ്കിൽ അത് പൊങ്ങി അത് അയ്യോ ആരെങ്കിലും അതിൽ പിടിക്കണം തോന്നിച്ചു. നീ പിടിച്ചത് ബെസ്റ്റ്. നിനക്ക് രണ്ടാള് നിനക്ക് എന്തായാലും വേണോ അല്ലേ പണിയെടുക്കാൻ? ഒന്നയച്ചു തനിയെ ചെയ്യും. അടുത്തത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാവേ, ഞാൻ കാണിച്ചു തരാം നിനക്ക്. എന്നിട്ട് നമുക്ക് നോക്കാം ആരുടെ കപ്പ് കേക്ക് ഉണ്ടാക്കിയതാണ് ഏറ്റവും നല്ല സോഫ്റ്റ് ആയിട്ടും ടേസ്റ്റി ആയിട്ടും വന്നത്. ഇത് എന്റെ റോസ് എന്റെ ബ്ലൂ വെച്ചിട്ടുണ്ട്. ഇതെവിടെ കൊണ്ടുപോകുന്ന ഇത് ഞാൻ എവിടെയെങ്കിലും കൊണ്ടുപോട്ടെ, ഇത് എന്റെ കഴിവില് വേണം ചെയ്യാനായിട്ട്. ഭയങ്കര വലിയ ഒഴിപ്പായിട്ടുണ്ട്. നീ കണ്ടോ, നീ ഉണ്ടായി വരുമ്പോ കണ്ടോ ഇത് കറക്റ്റാ. ആഹാ എന്റെ നോക്കി ഇങ്ങനെ കൃത്യമായിട്ടിരിക്കുന്നു. ഇതിന്റെ നോക്ക് അവിടെ ചാവാതെ ഇങ്ങനെ ഇങ്ങനെ കൊട്ടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ സാധനം സെറ്റാണ്. അയ്യേ ഇപ്പോഴും നോക്ക് എന്റെ നോക്ക്. നിന്റെ ഈ സൈഡിലൊക്കെ പറ്റിയിരിക്കണ കണ്ടാ നീ ഇത് കണ്ടാ. അത് ഞാൻ തൂത്ത് ഇങ്ങനെ കളയും. അപ്പൊ അത് കുളമാകും. അപ്പൊ നമ്മുടെ സംഭവങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/2 മണിക്കൂർ വെച്ചേക്കാം അല്ലേ, 23 മിനിറ്റ് അല്ലേ? നീ എല്ലാം ഇച്ചന്റെ കയ്യിലാണ്. ഇനിയിപ്പൊ കേക്ക് കുളവായാൽ അതിന് ഏക റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടത് ബർത്ത്ഡേ ബോയ് ആയ ഇച്ച് തന്നെയാണ്. കേട്ടല്ല? എടി ഇതെന്താണ് നീ അതിന്റെ മുമ്പിൽ തന്നെ ഇരിപ്പാണോ? ഇതൊക്കെ നോക്ക്, ഇതൊക്കെ വീർത്തിരിക്കുന്നുണ്ട്. ഈ കപ്പ് കേക്ക് ഒക്കെ പെർഫെക്റ്റ് ആണ്. എനിക്ക് തോന്നുന്നു എന്റെ പിങ്ക് അവിടെ ഇരിപ്പുണ്ട്. ആ പിങ്ക് പെർഫെക്റ്റ് ആയിട്ട് അവിടെ വിരിഞ്ഞു വരുന്നുണ്ട്. പക്ഷെ നിങ്ങളിപ്പോ കാണിക്കുന്നില്ല, ആ സർപ്രൈസ് അവിടെ തന്നെ നിൽക്കട്ടെ അല്ലേ? അതെ, നമ്മളിപ്പോ ഈ കേക്ക് ഒക്കെ ഉണ്ടായി വന്നപ്പോഴേക്കും എന്തേ നോക്കിയ പുറത്ത് നല്ല മഴയൊക്കെ. ക്ലൈമറ്റ് ഇതൊക്കെ ഇവിടെ കണ്ടോ, നല്ല മഴ ഇങ്ങനെ പെയ്തോണ്ടിരിക്കുകയാണ് ഇപ്പം. രാവിലെ ഇന്ന് മഴ കാണിച്ചായിരുന്നു ഗൂഗിളില്, അറിയില്ല. പക്ഷെ എന്താണെങ്കിലും നമ്മുടെ സൂര്യനായിരുന്നു. ഓ നല്ല തണുത്ത ക്ലൈമറ്റ്. എനിക്ക് എന്നെ രസമല്ലേ ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞോണ്ടല്ലോ. ഞങ്ങള് മെയിൻ ആയിട്ട് ഈ ബിൽഡിംഗ് എടുക്കാനുള്ള കാര്യം എന്താ, ഈ ഫ്ലാറ്റ് എടുക്കാനുള്ള കാര്യം എന്താ, ഒരു സീ വ്യൂ ഉള്ളതുകൊണ്ട്. അതെ, നമ്മളെ ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞോണ്ടോ. ഇവിടെ നിന്നൊരു ഈ മഴയത്തൊരു ചായ കുടിച്ചിരിക്കാനായിട്ടുള്ളൂ എന്ത് വൈബാന്നറിയോ. തുറക്കുമല്ലേ അനുവേ? കേക്ക് കരിഞ്ഞു. അനു കേക്ക് കരിഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട്. കരിഞ്ഞെന്ന് തോന്നുന്നു. കരിഞ്ഞാണോ? അല്ലെങ്കിൽ ടോപ്പ് ലെയർ നമുക്ക് കളയാനുള്ളതാ. അപ്പൊ ഇതേ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്, സെറ്റ് ആയിട്ടുണ്ട്. ഇത് കൊള്ളാട്ടാ. ഇത് കരിഞ്ഞു പോയി. എടി ഇത് ആ ടോപ്പ് ലെയർ മാത്രമേ ഉള്ളടി, അത് സെറ്റ് ആടി, ഒരു കുഴപ്പമില്ല. നോക്ക് നമ്മുടെ കേക്ക് ഇങ്ങനെ റെഡിയായി സെറ്റ് ആയി നിൽക്കുകയാണ്. ഓ നല്ല പഫി ആയിട്ടുണ്ടല്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അധികം ഞെക്കി കളിക്കുന്നില്ല, ഇത് ഓൾറെഡി ബ്രേക്ക് ആവാൻ സാധ്യത. അപ്പൊ നമ്മളിത് കട്ട് ചെയ്തിട്ട് നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മള് ഫസ്റ്റ് ലെയർ ആ കളയാനുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് അത് കളയാൻ വേണ്ടിട്ടാണ്. അകത്ത് ഇതെന്തുവാടി ഇത്? അകത്തെന്താ ഒരു കോളം? എടി അത് കുക്കായിട്ടില്ലടി. ജീസസ് ക്രൈസ്റ്റ്. നിന്റെ ഫസ്റ്റ് കേക്ക് പിന്നെയും കുളമായി. അയ്യോ നമ്മളൊന്നുമില്ല, നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല. നമ്മളിതെല്ലാം തിരിച്ചതുപോലെ എന്റെ പൊന്നനുവേ. അയ്യോ ഓക്കെ, നമ്മളൊന്നും ചെയ്യുന്നില്ല, ഇതുപോലെ തന്നെ വെക്കുന്നു. അടുത്ത കടയിൽ പോയി ഇല്ല, നമ്മളിതൊന്നും കൂടി ഓവനിൽ വെച്ചിട്ട് നമ്മളൊന്നും കൂടി ഹീറ്റ് ചെയ്ത് നോക്കാം. ഡിസപ്പോയിന്റ്മെന്റ് അറ്റ് ഇറ്റ്സ് പീക്ക് ലെവലിലാണ്. പക്ഷെ നമ്മൾ സെറ്റ് ആക്കി എടുത്തു, കണ്ടില്ലേ? ഇവിടെ നമ്മൾ കേക്ക് ഒന്നും കൂടെ ബേക്ക് ചെയ്തെടുത്തു. പക്ഷെ ഇത് പൊക്കത്തെ ഭാഗം കുറച്ചും കൂടെ ഒരു വൃത്തിയായിട്ട രീതിയിലായിരുന്നുള്ളൂ. പക്ഷെ അത് നമ്മൾ ക്രീം വെക്കുമ്പോൾ സെറ്റ് ആവൂലേ? എനിവേ, നമ്മൾക്ക് എപ്പോഴും ഫെയിലിയർ ഉണ്ടാവും. പക്ഷെ നമ്മൾ ഒരിക്കലും തളരരുത് ഫെയിലിയേഴ്സിൽ. നമുക്ക് ഇങ്ങനെ അതിനെ പാച്ചപ്പ് ചെയ്യാം എന്നുള്ള കാര്യം നോക്കാം. ഫൈനലി എന്റെ കേക്ക് റെഡിയാ. എങ്ങനെയുണ്ട്? കളർഫുള്ളായിട്ട് എല്ലാം വെതറിയിട്ടുണ്ട് ഞാനിതില്. അപ്പൊ അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത് കാണാൻ പറ്റുന്നത്. ഹാപ്പി ബർത്ത്ഡേ. വീഡിയോയിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. സ്ലൈഡ് ചെയ്ത്. അയ്യോ, അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ ഞങ്ങള് ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. ഇനിയിപ്പം ബർത്ത്ഡേ വീഡിയോ ഒന്നും എടുക്കുന്നുണ്ടായിരുന്നു. ഇനി ഇത് കട്ട് ചെയ്യണം. ഇത് പിന്നെ എന്താ കാണാനാണോ? അപ്പം ഞങ്ങള് ബർത്ത്ഡേ വീഡിയോ ഒക്കെ ആയിട്ട് അടുത്തൊരു വ്ലോഗിൽ കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അതുവരേക്കും ബൈ.